വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 412, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോവിൻ്റെ തുടക്കത്തിൽ തന്നെ ഭവാനിയമ്മ ഭയങ്കര ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വന്ന് പാത്രങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് ആ ഒരു പാത്രം ഇരുന്ന് കഴുകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നോട്ട് ചെയ്തിട്ട് നീലു എന്ത് പറ്റി അമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ദേഷ്യത്തോടെ ഭവാനിയമ്മ പറയുന്നുണ്ട് എന്ത് പറ്റാനാണ് എന്ന രീതിക്ക് ഭയങ്കര ദേഷ്യത്തോടെ നീലിൻ്റെ അടുത്ത് പെരുമാറുന്നത്. എൻ്റെ അടുത്ത സീനിനെ കാണിക്കുന്നത് ഭവാനിയമ്മ കേശുവിനെയും ശിവയും വഴക്ക് പറയുന്നത് പോലെയാണ്. ഒരു വെറുതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോഫയിലിരുന്നിട്ട് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ല എന്ന രീതിക്ക് ഭവാനിയമ്മ അവരോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് വീണ്ടും ഈ അടുക്കളയിലേക്ക് വരികയാണ്. നീലു ഭവാനിയമ്മയോട് ചോദിക്കുന്നുണ്ട് അച്ഛനായിട്ട് വഴക്കിട്ടോ എന്ന രീതിക്ക്. ഇപ്പോൾ ഭവാനിയമ്മ പറയുന്നുണ്ട് എനിക്കത് തന്നെയാണ്, എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ജോലി എന്ന രീതിക്ക് അതിനും ദേഷ്യത്തോടെ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം കേശു വളരെ ഡൗട്ടോടെ നീലിനടുത്ത് ചോദിക്കുന്ന പോലത്തെ ഒരു സീന് കാണിക്കുന്നുണ്ട്. ഈ അമ്മൂമ്മയ്ക്ക് എന്തു പറ്റിയമ്മ എന്ന രീതിക്ക്. അതിൻ്റെ അടുത്ത സീന് വീണ്ടും ഭവാനിയമ്മ ഈ കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന് വഴക്ക് പറയുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതിൽ ഭവാനിയമ്മ പറയുന്നുണ്ട് നീ എടുത്ത വായിക്ക് എന്താ പറയുന്നത്, അമ്മൂമ്മയുടെ പണിക്ക് പോകുന്ന രീതിക്കല്ലേ പറഞ്ഞു എന്ന രീതിക്ക് ചെറിയ ചെറിയ കാര്യമൊക്കെ വലുതാക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഭവാനിയമ്മ ഈ ഒരു പ്രഷറും ടെൻഷനൊക്കെ പോയിട്ട് ഹൈമോദിയുടെ അടുത്ത് റാംകുമാറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അതായത് ദിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മോളെ മര്യാദയ്ക്ക് ഇരിക്കാൻ പഠിപ്പിക്കണമെന്ന രീതിക്കൊക്കെ ഹൈമോദിയോട് റാംകുമാറോടും ഭവാനിയമ്മ പോയി പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീൻ കാണിക്കുന്നത് ദിയ, നീലു, ഭവാനിയമ്മ ഇവരൊക്കെ നിൽക്കുമ്പോൾ ദിയ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അമ്മൂമ്മയെ ഇന്ന് കാണുന്നത് എന്ന രീതിക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീന് കാണിക്കുന്നത് ആ ഒരു കുട്ടികളെ വഴക്ക് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീനാണ്. അതിൽ ഭവാനിയമ്മ നീലുവിനോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു അധികപ്പെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട് എന്ന രീതിക്ക്. അപ്പോൾ നീലു തിരിച്ച് മറുപടി പറയുന്നുണ്ട് എനിക്കൊരു അധികപ്പറ്റായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഭവാനിയമ്മ കുട്ടികളെ നോക്കിയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് നിൻ്റെ മക്കൾക്ക് അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ട് എന്ന രീതിക്ക് അവരെ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് പ്രോമോൻ്റെ അവസാനം റാംകുമാറും ഹൈമവതിയും അതിൽ റാംകുമാർ ഭവാനിയമ്മയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പ്രശ്നം എന്താണ് എന്ന രീതിക്ക്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് ഭവാനിയമ്മ ഇവരെന്തെങ്കിലും ഭവാനിയമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ഒളിഞ്ഞു വെക്കാനായിട്ട് റൂമിൻ്റെ പുറത്തു കൂടെ അങ്ങനെ മെല്ലെ നടക്കുന്നത് പോലെയാണ് അതോടെ ഒരു പ്രോമോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റ് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭവാനിയമ്മ കുട്ടികളുടെ അടുത്തൊക്കെ വഴക്ക് പറയുന്നു. അതായത് ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വഴക്ക് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കുട്ടികൾ എന്നെ നോക്കുന്നില്ല എന്ന രീതിക്കൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ട് നീലുവിൻ്റെ അടുത്ത് പറയുകയും കുട്ടികളത് തിരിച്ച് പറയുന്നതും അവസാനം ദിയ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റാംകുമാറുടെ അടുത്തും ഹൈമോയുടെ അടുത്തും പോയി പറയുന്നതും ലാസ്റ്റ് അവസാനം നോക്കുമ്പോൾ ഭവാനിയമ്മയുടെ മുകളിൽ അവനെ മിസ്റ്റേക്ക് സാധ്യതയുള്ളൂ. കാരണം ഭവാനിയമ്മ എന്നൊരു ക്യാരക്ടറുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ട് വഴക്കിടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭവാനിയമ്മയുടെ മേലെ മിസ്റ്റേക്ക് ആവാനേ സാധ്യതയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഒരു മൂക്കുത്തി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു സീനൊക്കെ ഉണ്ടാക്കിയതുപോലെ. ഇതും അതുപോലത്തെ ഒരു വഴക്കിടുന്നൊരു എപ്പിസോഡ് ആവാനേ പ്രോമോ കണ്ടിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ. അതായത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ലച്ചുവിനെയും കണ്ടില്ല, ബാലുവിനെയും കണ്ടില്ല. ബാലു ഒരു ലോങ് ലീവാണ്, ലച്ചു ഇപ്പോൾ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.